പ്രിയമുള്ളവരെ, പൂക്കിയുടെ അടുത്ത വിസ്മയം മുണ്ട് പരമാവധി മുറുക്കി ഉടുക്കുക. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അധികാരത്തിലേറിയാൽ വിസ്മയങ്ങൾ കാട്ടിത്തരും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കസേര പിടിച്ചു പറിച്ച് അധികാരത്തിൽ കയറിയിരുന്ന വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന പൂക്കി സതീശന്റെ ആ മുടിഞ്ഞ വിസ്മയങ്ങൾ കണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ കണ്ണു തള്ളിയിരിക്കുകയാണ്. വിസ്മയങ്ങൾ എന്ന് പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. വിസ്മയങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. വിസ്മയങ്ങളിൽ ഏറ്റവും പുതിയത് ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നതിനാൽ ചെലവ് കൂട്ടരുത് എന്ന് ധനകാര്യ വകുപ്പ് മറ്റു വകുപ്പുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ ചെലവ് കൂട്ടരുതെന്നും പുതിയ എസ്റ്റിമേറ്റിൽ കവിയരുതെന്നും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഓർക്കുക, UDF സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഇന്ന് കൃത്യം 70 ദിവസങ്ങൾ തികയുകയാണ്. ഈ 70 ദിവസങ്ങൾക്കുള്ളിൽ 4 തവണ പൊതുവിപണിയിൽ നിന്ന് വിവിധ ഗഡുക്കളായി 10,400 കോടി രൂപയോളം വായ്പ എടുത്തും കഴിഞ്ഞു. ഇതാണ് പൂക്കി പറഞ്ഞ ആ വിസ്മയം. എന്തൊക്കെ വിസ്മയങ്ങളാണ് ഇനി ഉണ്ടാകുന്നത്? നേരത്തെ കാത്തിരിക്കണം. വിസ്മയങ്ങൾ നേരത്തെ പറഞ്ഞ വിസ്മയം അല്ലാതായി പോകും. ഞാൻ നിങ്ങളോട് പറയില്ലേ കാത്തിരിക്കാൻ. എന്തൊക്കെയായിരുന്നു തള്ളുകൾ? ഖജനാവിൽ പണം നിറയ്ക്കുവാൻ ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടി പോയി നൂതന മാർഗങ്ങളിലൂടെ നിറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് നിർമ്മലാ സീതാരാമന്റെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കുകയാണ്. എന്തിന്? വായ്പ പരിധി കൂട്ടിത്തന്ന് കാപ്പാത്തണം എന്നും പറഞ്ഞ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. അതിനെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള പ്രോജക്റ്റുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇപ്പം ഇല്ലാത്തത്. 2, ഖജനാവിന്റെ ചോർച്ചയടക്കാൻ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ. 3, ആസൂത്രണ മികവുള്ള നികുതി ഭരണ സംവിധാനം, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പം ഇല്ല. 4, ഇക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഉത്തേജിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ. നിങ്ങൾ നോക്കിക്കോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വിത്തിൻ 1 ഇയർ പൂച്ച ചത്തു കിടക്കുന്ന ഈ ഖജനാവിൽ വരുമാനം കൊണ്ട് നിറയും. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.5% നിന്നും 4.5% ഉയർത്തണമെന്നാണ് പൂക്കി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം നൽകി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പാർലമെന്റിന്റെ വരുന്ന മൺസൂൺ സമ്മേളനത്തിൽ സമ്മർദ്ദം ചെലുത്തുവാൻ സംസ്ഥാനത്തെ സകല MP-മാരോടും ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ കടമെടുപ്പിനെ, ആ സാമ്പത്തിക നയത്തെ നഖശികാന്തം വിമർശിച്ച ആളാണ് VD സതീശൻ എന്നോർക്കണം. ബജറ്റിന്റെ ആദ്യത്തെ വാചകങ്ങൾ തന്നെ കാപട്യമല്ലേ? സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു. കേരളം ധനസ്ഥിതി റെഗുലറൈസ് ചെയ്തിരിക്കുന്നു, ഓക്കെ ആയിരിക്കുന്നു എന്നാണ്. എന്നിട്ടാണ് 10,000 കോടി രൂപയുടെ ബാധ്യത, കൊടുത്തു തീർക്കാനുള്ള ബാധ്യത ഒരു കാലത്തും കേരളം ഭരിച്ച ഒരു ഗവൺമെന്റിനും ഇല്ലാത്ത ലയബിലിറ്റിയാണ് ഇവർ വരുത്തി വെച്ചിരിക്കുന്നത്. ലയബിലിറ്റി ഇപ്പൊ എങ്ങനെ ഇരിക്കണം? കടമെടുക്കാതെ വണ്ട് പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് ഖജനാവ് നിറയ്ക്കും എന്നായിരുന്നു VD സതീശൻ വടശ്ശേരി ദാമോദരൻ മേനോൻ പൂക്കി സതീശൻ ആകുന്നതിന് മുമ്പ് പറഞ്ഞത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലെ വിഖ്യാതമായ ടാക്സ് പോളിസി അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പരാമർശം. ഇത് PR ഏജൻസിയിലെ ഏതോ മിടുക്കന്മാർ എഴുതി കൊടുത്തത് എടുത്ത് കാച്ചിയതാണെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ കടമെടുപ്പിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച UDF സർക്കാർ അധികാരമേറ്റ് ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ തന്നെ 10,400 കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു. മുമ്പ് LDF സർക്കാർ ഉയർത്തിയ കടമെടുപ്പ് പരിധി കൂട്ടുക എന്ന ആവശ്യം ഇപ്പോൾ VD സതീശൻ സർക്കാരിനും ഉന്നയിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയമായ വലിയ ചർച്ചകൾക്ക് ഇവിടെ വഴിവെച്ചിരിക്കുകയാണ്. ITV ന്യൂസ് മാസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യമായി എന്ന് ജനങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാകുമോ എന്തോ. പിന്നെ അനുഭവിച്ചോട്ടോ. നടക്കുന്നതെല്ലാം വെറും തള്ളുകളും PR വർക്കുകളുമാണെന്ന് ITV ന്യൂസ് പറഞ്ഞത് ഇനിയെങ്കിലും ഇവറ്റകൾക്ക് മനസ്സിലാകുമോ എന്തോ. സാമ്പത്തിക ലാഭമില്ലാത്ത സകല പദ്ധതികളും ഒഴിവാക്കണം, മാറ്റിവെക്കാവുന്ന സകല അറ്റകുറ്റപ്പണികളും മാറ്റിവെക്കണം, അധികം വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുവാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കണം, ചെലവ് മുൻവർഷത്തേക്കാൾ കൂടുതലാണെങ്കിൽ കാരണം വിശദീകരിക്കണമെന്നും ധനവകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ റവന്യൂ വരുമാനം 33,311.21 കോടിയായിരുന്നു. മുൻവർഷത്തേക്കാൾ റവന്യൂ കൂടിയെങ്കിലും ചെലവും കടമെടുപ്പും വളരെ കൂടി. ഭരണം മാറിയെങ്കിലും ഖജനാവിൽ പണം നിറഞ്ഞ് തുടങ്ങിയില്ല. കാരണം പൂക്കി നാക്കുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് തള്ളിമറിച്ചതല്ലാതെ റവന്യൂ വർദ്ധിപ്പിക്കുവാനുള്ള ക്രിയാത്മകമായ ബദൽ സംവിധാനങ്ങളൊന്നും ഇവിടെ ആവിഷ്കരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഞെരുക്കം പറഞ്ഞ് മുണ്ടുമുറുക്കുവാനും
അടുത്ത സാമ്പത്തിക വർഷത്തിലും കണക്ക് കൂട്ടി നീങ്ങാനും വകുപ്പുകൾക്ക് ധനകാര്യ വകുപ്പിന്റെ ഈ നിർദ്ദേശം. പ്രതിപക്ഷത്തിരുന്ന് ഇടത് സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റിനെ കുറിച്ച് പൂക്കി എന്താണ് പറഞ്ഞതെന്ന് തുടക്കത്തിൽ നാം കണ്ടു കഴിഞ്ഞു. UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് മുൻകൂർ ജാമ്യവും ഇദ്ദേഹം എടുത്തിരുന്നു. തുടർന്ന് സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുവാൻ ധവളപത്രവും പുറത്തിറക്കി. അമിതമായ കടമെടുപ്പെന്ന് മുൻ സർക്കാരിനെ വിമർശിച്ച ആ സതീശൻ സർക്കാർ 2 മാസത്തിനുള്ളിൽ തന്നെ 4 തവണകളായി 10,400 കോടിയോളം രൂപ വായ്പയെടുത്തു ചരിത്രം കുറിച്ചു. നിർമ്മലാ സീതാരാമൻ ഇനിയും കടമെടുപ്പ് പരിധി ഉയർത്തിക്കൊടുത്തില്ല എങ്കിൽ പൂക്കിയുടെ ഗ്യാസ് പോകും എന്ന് ചുരുക്കം. ഇതൊന്നും ഇവിടുത്തെ അന്തിച്ചർച്ചക്കാരന്മാർ ചർച്ചയാക്കില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, പൂക്കി വെറും തള്ളു മാത്രമാണ്. തുടക്കത്തിൽ തന്നെ സകലതും പിഴച്ചു എന്ന് സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ പുതിയ എക്കണോമിക് മോഡലാണ്. ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെച്ചിട്ടല്ല ഖജനാവിൽ പണം നിറയ്ക്കുന്നത്. സാർ, ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെക്കാതെ ഈ സർക്കാർ ഖജനാവ് നിറയ്ക്കും. എങ്ങനെയാണ്? കൃത്യമായ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കർശനമായ നടപടികൾ, ഖജനാവിന്റെ ലീക്കേജ് തടയാൻ, കൃത്യമായ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. സർ, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്ക് അതിനുള്ള ആത്മവിശ്വാസമുണ്ട്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ആക്ടിവിറ്റികൾ ഉണ്ടാക്കി, മണി സർക്കുലേഷൻ ഉണ്ടാക്കി ഞങ്ങൾ ഖജനാവ് നിറയ്ക്കും. സർ, അതാണ് ഈ ഗവൺമെന്റിന്റെ ഈ സമീപനം എല്ലാ കാര്യത്തിലും. സകല സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര എന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്നു. അവസാനം ഓർഡിനറി ബസ്സുകളിൽ മാത്രം നിബന്ധനകൾക്ക് വിധേയമായി സൗജന്യം നൽകി തടിതപ്പി. നഷ്ടം നികത്തുവാൻ ബദൽ മാർഗം സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പുട്ടും സംഭവിച്ചില്ല. കേന്ദ്ര സർക്കാർ പാസാക്കിയ ഭേദഗതി നിയമപ്രകാരം വഖഫ് ബോർഡിൽ 2 മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിക്കുവാൻ UDF സർക്കാർ ഹൈക്കോടതിയിൽ അനുകൂല നിലപാട് അറിയിച്ചത് വലിയ രാഷ്ട്രീയ വിവാദമായി. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് KB പ്രദീപിനെ ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി സർക്കാർ നിയമിച്ചത് കടുത്ത വിമർശനത്തിന് വഴിവെച്ചു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പ്രദീപ് സ്വമേധയാ പിന്നീട് രാജിവെച്ചു. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് സ്വന്തം മളിയൻ ബെന്നി തോമസിനെ പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് വിവാദമായതോടെ ആ നിയമനം റദ്ദാക്കേണ്ടി വന്നു. ആഭ്യന്തര വകുപ്പിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 വ്യക്തിയെ വനിതാ IAS ഉദ്യോഗസ്ഥർക്ക് അസലിൽ സന്ദേശം അയച്ച് നടപടികൾക്ക് വിധേയനായ ആ ഞരമ്പനെ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ ഒഴിവിൽ നിയമിച്ച നടപടിയും വിമർശിക്കപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുവാൻ UDF സർക്കാർ തീരുമാനിച്ചത് വൻ വിവാദങ്ങൾക്ക് കാരണമായി. മുൻ LDF സർക്കാർ ഈ പദ്ധതിയിലെ കാവ്യവൽക്കരണ ആശങ്കകൾ കാരണം തടഞ്ഞു വെച്ചിരുന്ന പദ്ധതിയായിരുന്നു ഇപ്പോൾ ഇതാ UDF സർക്കാർ തയ്യാറായത്. BJPയോടുള്ള മുതൽ സമീപനത്തിന്റെ ഭാഗമാണെന്ന് ജനങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞു. മുൻകൂട്ടി വൈദ്യുതി വാങ്ങൽ കരാറുകൾ ഉണ്ടാക്കുന്നതിൽ വരുത്തിയ ഭരണപരമായ പരാജയം കാരണം സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന സമയത്തുണ്ടായ അപ്രഖ്യാപിത വൈദ്യുതി മുടക്കങ്ങൾ ജനരോക്ഷത്തിനും KSAB ഓഫീസുകൾക്ക് മുന്നിലെ അർദ്ധരാത്രി പ്രതിഷേധങ്ങൾക്കും കാരണമായി. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം ഇതാ ജനങ്ങൾ പവർ കട്ട് എന്താണെന്ന് അനുഭവിച്ചു തുടങ്ങി. അധികാരമേറ്റ ഉടൻ തന്നെ സംസ്ഥാന പ്ലാൻ അടങ്കൽ തുക 35,750 കോടിയിൽ നിന്നും 30,370 കോടിയായി വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി VD സതീശൻ പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യ മേഖലയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു. പൂക്കി മുഖ്യമന്ത്രിയായി ആദ്യം എടുത്ത നടപടി തന്നെ കാണുക. സംസ്ഥാനത്ത് ബെക്കാഡി കമ്പനിക്ക് വീര്യം കുറഞ്ഞ മദ്യം ഒഴുക്കുവാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചു. എന്തിന്? ചെറുപ്പക്കാരെ സംസ്ഥാനത്ത് ചേർത്ത് നിർത്തുവാൻ. പൂക്കിക്ക് കസേര പിടിച്ചു കൊടുക്കുവാൻ സഹായിച്ച അദാനി ചെയ്ത പണി കാണുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 49% ഓഹരികൾ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള ആഗോള ഷിപ്പിംഗ് ഭീമനായ MSC കമ്പനിക്ക് കൈമാറാൻ സർക്കാർ അനുമതി പോലും തേടാതെ നീക്കങ്ങൾ നടത്തി. സംഗതി വിവാദമായപ്പോൾ ഇപ്പോൾ അതിന് ഒന്ന് സ്പീഡ് കുറച്ചു എന്ന് മാത്രം. പൂക്കിയുടെ വിസ്മയങ്ങൾ ഇനി കേരളത്തിലെ ജനങ്ങൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.